ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു പ്രഥമൻ ഉണ്ടാക്കാം. എന്തെങ്കിലും അറിയണ്ടേ? എന്താ, പച്ചക്കപ്പ നമുക്ക് പുഴുങ്ങിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അടപ്രഥമൻ പോലെ അടയുടെ ഭാഗത്ത് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോഴത്തേക്ക് എന്നിട്ട് നമുക്ക് നെയ്യ് വയ്ക്കുക, ഒരു സ്പൂണ് നെയ്യ് ഒഴിക്കുക. എന്നിട്ട് ആ കപ്പ അതിലേക്കിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് പാലും കൂടെ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അതിൽ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക, കുറച്ച് ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കുക, അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ പച്ചക്കപ്പയും കൊണ്ട് അടപ്രഥമൻ ഉണ്ടാക്കുക. അപ്പോൾ നല്ലപോലെ നെയ്യിൽ വഴറ്റിയെടുക്കുക. നമുക്കതിൽ മധുരം പിടിക്കണമല്ലോ, കുറച്ച് പഞ്ചസാര അങ്ങോട്ട് കൊടുക്കാം, കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ തേങ്ങ പാലും എല്ലാം കൂടെ തിളപ്പിച്ചതിനകത്തിട്ട് ഈ കപ്പ വഴറ്റിയതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം, അടുപ്പിലിട്ട് വെക്കാം. അടപ്രഥമൻ റെഡി. കപ്പ കൊണ്ട് അടപ്രഥമൻ ഉണ്ടാക്കി, പച്ചക്കപ്പയും കൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശോശാമ്മ കിച്ചൺ കപ്പ കൊണ്ട് അടപ്രഥമൻ. നല്ല സൂപ്പർ അടപ്രഥമൻ. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ശോശാമ്മ കിച്ചൺ കപ്പ കൊണ്ട് പ്രഥമൻ ഉണ്ടാക്കിയത്, കപ്പ പ്രഥമൻ ഉണ്ടാക്കിയത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ.